അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സീമാൻ എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ സീമാൻ എഫക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് 1 ഇലക്ട്രോണിൻ്റെ കേസിലാണ്. അതിൽ നിന്നൊരു ഡിഫറൻസ് ആയിട്ട് ഇതിൽ 2 ഇലക്ട്രോണിൻ്റെ കേസ്, അപ്പോൾ ആ കപ്ലിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് സീമാൻ എഫക്റ്റിലേക്ക് പോവാം. അപ്പം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ പ്രൊജക്ഷൻ ഓൺ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഗിവൺ ബൈ ജെ സ്റ്റാർ h/2π. നമ്മളിവിടെ ക്യാപിറ്റൽ അത് ക്യാപിറ്റൽ എം ആണ്. അവിടെ നമ്മൾ സ്മോൾ എം അല്ല എടുത്ത്, ഇവിടെ കോണ്ട നമ്പർ ക്യാപിറ്റൽ എം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു mh/2π and m has the value capital plus j2 minus capital J. ദെൻ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. നേരത്തെ ചെയ്ത പോലെ എമ്മിൻ്റെ വാല്യൂ 0 to +or - J വരെ വരും. ആൻഡ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു J സ്റ്റാർ കോസ് ഓഫ് J സ്റ്റാർ H. സോ നമ്മൾ ഫസ്റ്റ് ലാമർ കാര്യങ്ങളൊക്കെ എഴുതി. ലാമർ പ്രിസിഷൻ ω_L is equal to h/g/E/2mc. ദെൻ ഇൻട്രാക്ഷൻ എനർജി ΔW is given by mg h/he/4πmc², 4πmc. okay, in minus ΔTm divided with hc in സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാക്കാൻ വേണ്ടിയിട്ട് hc വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get ΔTm is equal to ΔW by hc which is mg into he/4πmc² centimeter inverse in terms of Lorentz unit which is mgl, where L is the he/4πmc². or നമുക്ക് ആ ഷിഫ്റ്റ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ടി എം ഇസ് ഈക്വൽ ടു ടി മൈനസ് എം ഇൻറ്റു ജി ഇൻറ്റു എൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ കപ്ലിങ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് എൽ എസ് കപ്ലിംഗ് ആണെങ്കിൽ അറിയാം S1ഉം S2ഉം കൂടെ പ്രിസസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ക്യാപിറ്റൽ S സ്റ്റാർ ഉണ്ടാവും. സിമിലർലി L1 സ്റ്റാറും L2 സ്റ്റാറും പ്രിസസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ക്യാപിറ്റൽ L ഉണ്ടാവും. ഈ റിസൾട്ടൻ്റ് കിട്ടിയ L സ്റ്റാറും S സ്റ്റാറും പ്രിസസ് ചെയ്തിട്ട് J സ്റ്റാർ ഉണ്ടാവും. ഈ J സ്റ്റാർ Hന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. ഇതേപോലെ തന്നെ J കപ്ലിങ്ങിലാണെങ്കിൽ നമ്മൾ S1ഉം L1ഉം പ്രിസസ് ചെയ്തിട്ട് J1 റിസൾട്ടൻ്റ് ഉണ്ടാവും. ദെൻ S2 L2 സ്റ്റാറും പ്രിസസ് ചെയ്തിട്ട് J2 സ്റ്റാർ ഉണ്ടാവും. ദിസ് 2 റിസൾട്ടൻ്റ് ആസ് J1 സ്റ്റാർ ആൻഡ് J2 സ്റ്റാർ പ്രിസസ് ടു ഗിവ് ദ ക്യാപിറ്റൽ J ഓർ റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻ്റ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാൻഡേജ് ഫാക്ടറിൻ്റെ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യണം. ഓക്കെ, ലാൻഡേജ് ഫാക്ടർ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 3D3 ലെവലിൻ്റെ കേസിൽ, ഫോർ എക്സാമ്പിൾ 3D3 വിത്ത് G വാല്യൂ 4/3 ആണ്, J വാല്യൂ 3. ഈ 4/3 കിട്ടി എങ്ങനെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വിത്ത് ക്യാപിറ്റൽ എം വാല്യൂ 3 2 1 0 -1 2 -3. അപ്പോൾ കറസ്പോണ്ടിങ് സീമാൻ സ്പ്ലിറ്റിംഗ് പറഞ്ഞാൽ 7 സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ജസ്റ്റ് ഇതാ mg വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് +3 +2 +1 +0 ഈ പ്രൊജക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് mg വാല്യൂ എടുക്കുമ്പോൾ mgൻ്റെ വാല്യൂ പ്രൊജക്ഷൻ, ഇത് J വാല്യൂ ആണെങ്കിൽ ഈ സർക്കിൾ mg വാല്യൂവിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സെലക്ഷൻ റൂള്. അപ്പോൾ സെലക്ഷൻ റൂള് നേരത്തെ പറഞ്ഞ പോലെ ΔM = +or -1ഉം 0 ആണ്. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നോർമൽ ട്രിപ്ലെറ്റ് വരുന്ന കേസിൽ സീമാൻ എഫക്റ്റ് കാണിക്കുന്ന ഒരു ഡയഗ്രാം നോക്കാം. അപ്പോൾ നമ്മൾ 1D2 to 1P2 ട്രാൻസിഷനാണ് നോക്കുന്നത്. അപ്പോൾ ΔMൻ്റെ വാല്യൂ സെലക്ഷൻ റൂള് 0ഉം +or -1 ആണ്. അതിൽ +or -1 ഉള്ളത് S കോമ്പോണൻറ്റും 0 ഉള്ളത് P കോമ്പോണൻറ്റും വെൻ വ്യൂഡ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ΔM 0, ശരിക്കും ആദ്യം -1 ഉള്ളായിരുന്നു കേട്ടോ വരയ്ക്കേണ്ടത്, ഇതായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ -0 ഉള്ളത് ഞാൻ വരച്ച് ജസ്റ്റ് ഓർഡർ തെറ്റിപ്പോയതാണ്. 0 ഉള്ളത് -1 to -1 0 വരും, 0 to 0 ΔM 0 വരും, +1 to +1 0 ΔM 0. അഗെയിൻ 2 to 1 ΔM +1 വരും, 1 to 0 ആൻഡ് 0 to -1 ഇതൊക്കെ ΔM +1 വരും. ഇനി 0 to +1 -1 to 0 -2 to -1 ഇതൊക്കെ ΔM = -1 ആയിരിക്കും. ആക്ച്വലി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇതും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസും ഇതാണ്. ഞാൻ വരച്ച് മാറിപ്പോയതാണ്. അപ്പം അങ്ങനെ അപ്പോൾ എന്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരേ ഇൻറ്റൻസിറ്റിയിലാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോർമൽ ട്രിപ്ലെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ΔM = +or -1 ഉള്ളത് S കോമ്പോണൻറ്റും വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് S, അത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അഗെയിൻ മറ്റത് ΔM = 0 ഉള്ളത് P കോമ്പോണൻറ്റും ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പെർപെൻഡിക്കുലർ, ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് എല്ലാം ഒരേ ഇൻറ്റൻസിറ്റി വരും. ഇതെല്ലാം സെയിം ഇങ്ങനെ അട്ടിക്ക് ട്രിപ്ലെറ്റ് പോലെ വരും. ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ അതുകൊണ്ടാണ് ട്രിപ്ലെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 9 കോമ്പിനേഷൻസ് ഉണ്ടെങ്കിലും അതെന്തായിരിക്കും, 9ൽ 3 ഇങ്ങനെ വന്നിട്ട്
ട്രിപ്ലറ്റ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇനി ഇൻറ്റൻസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം എക്സ്പ്രഷൻസ് തന്നെയാണ്. അത് നോക്കാം. ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ m to m plus or minus 1 ട്രാൻസിഷൻ ഇൻറ്റൻസിറ്റി I is equal to A into J plus or minus m plus 1 into J minus or plus m m to m ട്രാൻസിഷൻ, അതായത് ഡെൽറ്റ m 0 ആയത് I is equal to 4am square. അഗെയിൻ J to J plus 1 ട്രാൻസിഷൻ ആണെങ്കിൽ എമ്മിൻ്റെ ചേഞ്ച് I is equal to B into J plus or minus m plus 1 J plus or minus m plus 2. Similarly m to m I is equal to 4b into J plus m plus 1 J minus m plus 1. ഈ ഒരു ഇത് ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് സീമാൻ പാറ്റേൺ. അപ്പോൾ ഈ ട്രാൻസിഷൻ 3D3 to 3P2 ട്രാൻസിഷൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ J വാല്യൂ 3, ഇവിടെ 2, അപ്പോൾ 3 to 2 ട്രാൻസിഷനാണ്. കറസ്പോണ്ടിങ് G വാല്യൂ 4/3 3/2. ഇതെങ്ങനെ കിട്ടാത്തതെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ചെയ്തു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇക്വേഷൻ ഇല്ലേ 1 plus J minus L plus S divided by J star. ഈ ഒരു എക്സ്പ്രഷനിൽ ജസ്റ്റ്, അതായത് J star സ്ക്വയറാണ്, ആ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ നമ്മൾ ആദ്യം എം ജി വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എം ജി ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെയും ഫൈനൽ സ്റ്റേറ്റിൻ്റെയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ പണ്ട് വരച്ച പോലെ ജസ്റ്റ് വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വരച്ച് എം ജി ഫോർ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എം 0 ആയത് പി കോമ്പോണൻറ്റും, ദാറ്റ് ഈസ് 2/6 1/6 0 minus 1/6 2/6. ഓക്കെ, ദെൻ ഡയഗണൽ ഡിഫറൻസ് വരുന്ന എസ് കോമ്പോണൻ്റ് അതിന് പ്ലസ് ഓർ മൈനസ് 1 വരുന്നത് എന്താണ്? ഡയഗണൽ ഡിഫറൻസ് വരുന്നത് റെപ്രസെൻ്റ് ദ എസ് കോമ്പോണൻറ്റ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും 6/5 6 പ്ലസ് ഓർ മൈനസ് 7/6 8/6 9/6 പ്ലസ് ഓർ മൈനസ് 10/6. അപ്പോൾ ടോട്ടൽ നമുക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് പ്ലസ് ഓർ മൈനസ് 0 1 2 3 1 2 6 7 8 9 10 ഡിവൈഡഡ് ബൈ 6 LCD. രണ്ട് എസ് കമ്പോണൻറ്റും പി കമ്പോണൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 6 ആയതുകൊണ്ട് അതിന് നമ്മൾ റേഞ്ച് ഡിനോമിനേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് LS JJ കപ്ലിംഗ് ആൻഡ് ദ G സം റൂൾ. അപ്പോൾ നമ്മൾ LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ G ഫാക്ടർ രണ്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ G ഫാക്ടർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് സീമാൻ പാറ്റേണും രണ്ടിലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ചില സമയം എന്ത് ചെയ്യും, നമുക്ക് ഗിവൺ പാറ്റേൺ ട്രാൻസിഷൻ ഏതാണെന്ന് പറയാൻ കഴിയില്ല. ഇത് ഓൾറെഡി പോളീസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ദ G സം റൂൾ. അപ്പോൾ ഈ G സം റൂൾ പറയുന്നത് നമ്മൾ ദിസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഔട്ട് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് അറൈസിങ് ഫ്രം എ ഗിവൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ദ സം ഓഫ് ദ G ഫാക്ടർ ഫോർ ലെവൽസ് വിത്ത് ദ സെയിം J വാല്യൂ ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കപ്ലിംഗ് സ്കീം. അപ്പം സെയിം J വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കപ്ലിംഗ് സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതിൻ്റെ G ഫാക്ടർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. നമ്മളിപ്പം 3P012 1P1 എന്നുള്ള ട്രാൻസിഷൻ നോക്കുകയാണ്. അതായത് ഇത് രണ്ട് ടേംസ് വെച്ചിട്ട് LS കപ്ലിംഗ് ആണെങ്കിലും J കപ്ലിങ്ങിൻ്റെ കേസും ജസ്റ്റ് ഫിഗർ ടേബിൾ കൊടുത്തിട്ട് നോക്കിയിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ ആ ടേബിൾ നോക്കുക. ഈ രണ്ട് ടേംസ് 1P1ഉം 3P012. അപ്പോൾ J ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 തന്നെ ഉള്ളൂ. J ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് G വാല്യൂ 1, ദെൻ 3/2. J ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് 3/2. എഗെയിൻ J ഈക്വൽ ടു 2ക്ക് J1ഉം J2 JJ സ്കീം വെച്ച് നോക്കുക വെച്ചാലും എന്താണ്, 4 ഇവിടെ 0 തന്നെ, 4/5 ഇവിടെ 3/2. അപ്പോൾ നമ്മളിവിടെ സം എടുത്ത് നോക്കുക വെച്ചാൽ വി ഗെറ്റ് 5/2 3/2. അപ്പോൾ ഇവിടെ നോക്കുക, ഈ Jക്ക് 1 വാല്യൂസ് ആണുള്ളെങ്കിൽ G വാല്യൂ രണ്ടും എന്താണ്, സെയിം ആണ്. അത് തന്നെയാണ് എന്ത് പറയുന്നത്, G സം റൂൾ പറയുന്നത്. LS കപ്ലിംഗ് ആണെങ്കിലും JJ കപ്ലിംഗ് ആണെങ്കിലും ഈ ഒരു കേസിൽ അതിൻ്റെ J വാല്യൂ എന്താണ്, സെയിം ആണ്. അപ്പോൾ G സം റൂൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സീമാൻ എഫക്റ്റ് കഴിഞ്ഞതോടെ ഇനി നമുക്ക് പാഷൻ ബാക്ക് എഫക്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ള 2 ഇലക്ട്രോൺ. അപ്പം പാഷൻ ബാക്ക് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫീൽഡ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്യുമ്പം എസും എല്ലും തമ്മിലുള്ള കപ്ലിങ് ബ്രേക്ക് ചെയ്തിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, എബൌട്ട് നമ്മുടെ ഫീൽഡിന് അറൗണ്ടായിട്ട് എന്ത് ചെയ്യും, പ്രിസസ് ചെയ്യാൻ തുടങ്ങും LS കപ്ലിങ്ങിൽ. ഇനി JJ കപ്ലിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യും, J1ഉം S1ഉം L2 തമ്മിലുള്ള J1ഉം J2 അല്ലേ. അപ്പോൾ J1 JJ കപ്ലിംഗ് എന്ത് ചെയ്യും, അവിടെ ബ്രോക്കൺ ചെയ്യും ഇൻ JJ സ്കീമിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ 2 ക്വാണ്ടം നമ്പർ യൂസ് ചെയ്തിട്ട് അവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ LS കപ്ലിങ്ങിൻ്റെ JJ കപ്ലിങ്ങിലെ സ്ട്രോങ് ഫീൽഡിലെ വെക്ടർ മോഡൽ പറഞ്ഞിട്ടുണ്ട്. L1ഉം L2 റിസൾട്ടൻ്റെ L എന്ത് ചെയ്യും, പ്രിസസ് ചെയ്യും അറൗണ്ട് H. S1ഉം S2ൻ്റെയും റിസൾട്ടൻ്റെ Sഉം Hന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. സിമിലർലി L1ഉം S1ഉം ഉണ്ടാക്കുന്ന J1 അറൗണ്ട് Hന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും.
സിമിലർലി S2 L2 ഉണ്ടാകുന്ന J2 എന്ത് ചെയ്യും, എച്ചിന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. അപ്പം ആദ്യം ഈ J1ഉം J2 കൂടെ കിട്ടിയ റിസൾട്ടൻ്റ് മാത്രമേ Jക്ക് പ്രിസസ് ചെയ്യുള്ളൂ. ഇവിടെ J1ഉം J2 എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എബൌട്ട് എച്ചിന് എബൌട്ടായിട്ട് പാഷൻ ബാക്ക് എഫക്റ്റിൽ പ്രിസസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ കപ്ലിങ് ബ്രേക്ക് ചെയ്യും രണ്ട് കേസിൽ, LSലാണെങ്കിലും JJലാണെങ്കിലും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ LS കപ്ലിങ്ങിലുള്ള പാഷൻ ബാക്ക് എഫക്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഡെറിവേഷൻ എഴുതുന്നില്ല, നമ്മൾ മുന്നേ ചെയ്ത അതേ ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒമേഗ എല്ലും ഒമേഗ എസും ദാറ്റ് എബൌട്ട് എല്ലിനായിട്ടുള്ള ലാമർ ഫ്രീക്വൻസിയും എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാമർ ഫ്രീക്വൻസിയും H=E/2mc ആൻഡ് H×2/E/2mc. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് അതേ ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ആംഗുലർ വെലോസിറ്റി ആംഗുലർ മൊമെൻറ്റം കമ്പോണൻറ്റ് ഫീൽഡിന് അലോങ് ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം കമ്പോണൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് corresponding to interaction energy as എന്താ interaction energy with respect to L delta W LH is equal to H/E/2mc. അത് ഫ്രീക്വൻസി ഇൻറ്റു ദെൻ L about H ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം L* H/2π cos of L*H. സിമിലർലി ഡെൽറ്റ W SH എന്ത് കിട്ടും, 2 times H/E/2mc S* H/2π cos of S*H. ഇനി നമ്മൾ ചെയ്ത പോലെ ഈ L* H/2π cos of L*Hനെ നമ്മൾ എന്ത് ചെയ്യും, ML H/2πയും S* H/2π cos of S*Hനെ MS H/2π എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ടോട്ടൽ ഇൻട്രാക്ഷൻ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ML + 2 times MS ഇൻറ്റു ബാക്കി ടേംസൊക്കെ കോമൺ ആയിട്ട് എടുക്കും H/4πmc. ദെൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേവ് നമ്പർ യൂണിറ്റിലേക്ക് മാറ്റാൻ HC വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -delta TH = ML + 2ms He/4πmc². ഇൻ ടേംസ് ഓഫ് ലോറൻസ് യൂണിറ്റ് ML + 2ms L സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. പിന്നെ ഈ ഒരു അഡീഷണൽ ടേം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ L ഉം S ഉം തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എനർജി ദാറ്റ് ഈസ് -delta TLS = A/ml/ms. അത് നമ്മൾ ഇതിനോട് ആഡ് ചെയ്താൽ വി ഗെറ്റ് ഷിഫ്റ്റ് -delta TMS ML + 2ms L + A/ml + ms. ഓക്കെ, നമ്മളിനി ടേം വാല്യൂ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ച് ടേം വാല്യൂ ഇതാക്കി വെച്ചാൽ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് T1. അവിടെ T0 ആയിരുന്നു. T1 - ML + 2ms L A/ml ms. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡിലാണ്. അതിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. ടെക്സ്റ്റിൽ വീക്ക് ഫീൽഡിലും സ്ട്രോങ് ഫീൽഡിലും, അതായത് സീമാൻ്റെത് പാഷൻ ബാക്കിൻ്റെ ആ ഒരു സമ്മറൈസ് ചെയ്തിട്ട് ടേബിൾ ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കുക. സെലക്ഷൻ റൂൾ പറഞ്ഞാൽ അവിടെ പറഞ്ഞ പോലെ ഡെൽറ്റ എംഎസിൻ്റെ വാല്യൂ 0യും ഡെൽറ്റ MLൻ്റെ വാല്യൂ 0യും +or-1 +or-4 for S component and 0 for P component. ഇതൊക്കെ അവിടെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. അവിടെ സ്മോൾ എമ്മിന് പകരം ഇവിടെ ക്യാപിറ്റൽ എം കൊടുത്തു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എല്ലാ സ്കീമിലുള്ളത്. ഇതേപോലെ നമുക്ക് JJ സ്കീമിലുള്ളത് നോക്കാം. JJ സ്കീമിലാകുമ്പോൾ നമ്മൾ G1ഉം G2 ആയിട്ട് എടുക്കും, അങ്ങനെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ JJ കപ്ലിംഗ് ആൻഡ് ദ പാഷൻ ബാക്ക് എഫക്റ്റും കൂടെ നോക്കാം. അപ്പോൾ JJ കപ്ലിങ്ങിലാവുമ്പോൾ J1ഉം J2 ആണല്ലോ നമ്മുടെ റിസൾട്ടൻ്റ് വന്ന് കപ്ൽ ചെയ്യുന്നത്. അപ്പോൾ J1ഉം J2 ഇൻഡിപെൻഡൻ്റ്ലി ഇവിടെ എന്ത് ചെയ്യും, ഫീൽഡിന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് J1 ഫീൽഡിൽ Hനെ J1* H/2π നമുക്ക് എന്ത് വിളിക്കാം, MJ ബ്രിക്സ് ആയിട്ട് കൊടുത്തു H/2π. സിമിലർലി MJ2, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. MJ2 H/2π. വേറെ MJ1ൻ്റെ MJ2ൻ്റെ വാല്യൂ ഹാഫ് ഇൻറ്റഗ്രൽ വാല്യൂ ആയിരിക്കും +or-½ to +or- J1 വരെ, +or-½ നെക്സ്റ്റ് +or-3/2 എക്സെട്ര അപ് ടു +or- J1 or J2. J1ൻ്റെയും J2ൻ്റെ വാല്യൂ ഇതാക്കും. സിമിലർലി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ആദ്യം ലാമർ പ്രിസഷൻ രണ്ടിൻ്റെയും കണ്ടുപിടിക്കും, ദെൻ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ലാമർ പ്രിസഷൻ ലാമർ പ്രിസഷൻ J1 ഫോർ H/G1. ഇവിടെ G1ഉം G2 മാറ്റിയുണ്ട്. അപ്പോൾ E/2mc ആൻഡ് J2 = H/G2 × E/2mc. ഓക്കെ, ഇവിടെ 2 വേണ്ട, കാരണം നമ്മൾ സ്പിന്നായിട്ട് സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അതെല്ലാം കൂടെ എഫക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ G1 G2 എന്ന് കൊടുക്കുന്നത്. ഇവിടെ G1 G2 പറഞ്ഞതാണ് 2 ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള G ഫാക്ടർ. ഇനി നമുക്ക് ഇൻട്രാക്ഷൻ എനർജി നോക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ W J1H വിച്ച് ഈസ് ഈക്വൽ ടു അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ ഈ ലാമർ ഫ്രീക്വൻസി ഇൻറ്റു ഫീൽഡിന് അറൗണ്ട് ആയിട്ടുള്ള പ്രൊജക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് H/G1 E/2mc J1* H/2π cos of J1* H. Put it as J1* H/2π cos of J1* as MJ1 H/2π. Similarly
J2 വെച്ചിട്ടുള്ളത് ചെയ്യും. ദെൻ ടോട്ടൽ ഇൻട്രാക്ഷൻ എനർജി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സം എടുക്കും. നെക്സ്റ്റ് ഡിവൈഡഡ് വിത്ത് HSC ചെയ്യും. HSC ചെയ്യുമ്പോൾ നമുക്ക് വേവ് നമ്പർ യൂണിറ്റിലേക്ക് കിട്ടും. പുട്ട് He/4πmc² as L ഇൻ ടേംസ് ഓഫ് ലോറൻസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ വി ഗെറ്റ് G1 mj1 പ്ലസ് G2 mj2 ഇൻറ്റു L സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, നമ്മൾ ഇനി ഒരു ഇൻട്രാക്ഷൻ എനർജി കൂടെ കൺസിഡർ ചെയ്യണം. -ΔTjj ആസ് A ഇൻറ്റു mj1 mj2 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ മാഗ്നറ്റിക് എനർജി ഷിഫ്റ്റ് ബിക്കംസ് -ΔTm G1 mj1 പ്ലസ് G2 mj2 ഇൻറ്റു L പ്ലസ് ഇൻട്രാക്ഷൻ എനർജി ആയിട്ടുള്ള A ഇൻറ്റു mj1 ഇൻറ്റു mj2. വേറൊരു നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റ്. കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ എല്ലും എസ്സും സെപ്പറേറ്റ് ആയിട്ട് എച്ചിന് അറൗണ്ടായിട്ട് പ്രോസസ്സ് ചെയ്യാമെന്നല്ലേ. ഈ L എന്ന് പറഞ്ഞാൽ L1ഉം L2ൻ്റെ റിസൾട്ടൻറ്റും, S എന്ന് പറഞ്ഞാൽ S1ൻ്റെ S2ൻ്റെ റിസൾട്ടൻ്റ് അല്ലേ ഇത്. അപ്പോൾ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ S1ഉം S2ഉം തമ്മിലുള്ള കപ്ലിങ്ങായി ബ്രേക്ക് ചെയ്യും. അതേപോലെ L1ഉം L2ഉം തമ്മിലുള്ള കപ്ലിങ്ങും ബ്രേക്ക് ചെയ്യും. അതായത് L ഉം Sഉം അവിടെ ഉണ്ടാവില്ല. ഈ L1ഉം L2ഉം S1ഉം S2ഉം ഒക്കെ എത്തിയും. അങ്ങനെ 4 പ്രിസഷൻ ഉണ്ടാവും. സാധാരണ L ഉം Sഉം മാത്രമല്ലേ പ്രിസസ് ചെയ്യുള്ളൂ. S പ്രിസസ് ചെയ്യും, L പ്രിസസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ ചെയ്യും, S1ഉം പ്രിസസ് ചെയ്യും അറൗണ്ട് H ആയിട്ട്, S2 പ്രിസസ് ചെയ്യും, L1 പ്രിസസ് ചെയ്യും, L2 പ്രിസസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ LS കപ്ലിംഗ് എന്നോ JJ കപ്ലിംഗ് എന്നോ ഇല്ല. വിത്ത് റെസ്പെക്ട് ടു കപ്ലിംഗ് സ്കീം എല്ലാം എന്ത് ചെയ്യും, എച്ചിന് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. ഇതിനാണ് കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റ് എന്നാണ്. അതിൻ്റെ വെക്റ്റർ മോഡൽ നോക്കാം. വെക്റ്റർ മോഡൽ ഇതാണ്. ഇത് L2* പ്രിസസ് ചെയ്യുന്നത്, S2* പ്രിസസ് ചെയ്യുന്നത്, L1* പ്രിസസ് ചെയ്യുന്നത്, S1* പ്രിസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇതിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 4 ക്വാണ്ടം നമ്പർ വരും. അതായത് S1* എച്ചിലുള്ള പ്രൊജക്ഷൻ അത് MS1 എടുക്കും. ദെൻ S2* ഉള്ളത് MS2, L1* ഉള്ള പ്രൊജക്ഷൻ ML1, ദെൻ L2* ഉള്ളത് ML2. അങ്ങനെ 4 കറസ്പോണ്ടിങ് 4 ഇൻട്രാക്ഷൻ എനർജി കിട്ടും. അപ്പോൾ അതിന് മുന്നേ 4 എന്ത് കിട്ടും, ലാമർ പ്രിസിഷൻ വാല്യൂ. ദാറ്റ് ഈസ് ωs1 for h into E/2πmc, ωs2 is equal to again h into E/2mc, and ωl1 for h into E/2mc, ωl2 is equal to h into E/2mc. Again മൾട്ടിപ്ലൈ ചെയ്യും ആംഗുലർ കമ്പോണൻറ്റ് പ്രൊജക്ഷൻ, എച്ചിൻ്റെ പ്രൊജക്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 4 ഇൻട്രാക്ഷൻ എനർജി കിട്ടും. നേരത്തെ കിട്ടി അതേപോലെ. ഇവിടെ ക്വാണ്ടം നമ്പർ MS1, MS2, ML1, ML2 എന്നാണ് യൂസ് ചെയ്തതെന്നുള്ളൂ. ഇനി ഇതിൻ്റെ സം എടുത്താൽ നമുക്ക് ടോട്ടൽ ഇൻട്രാക്ഷൻ എനർജി കിട്ടും. That is delta WH is equal to 2 times MS1, 2 times MS2 plus ML1 plus MS2 into H into EH/4πmc. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് HC വെച്ച് ഡിവൈഡ് ചെയ്യും. ദെൻ ലോറൻസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻട്രാക്ഷൻ ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സ്മോൾ കറക്ഷൻ A ഇൻറ്റു അതും കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് Γ1, Γ2, Γ3, Γ4. ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. ദെൻ കൺക്ലൂഡ് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്ത ടേബിൾ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 4 ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യും. അവർ ഡിഫറൻസേ ഉള്ളൂ കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റിൻ്റെ കേസിൽ. ആഡ് ചെയ്യുന്ന ഇൻട്രാക്ഷൻ എനർജി A ഇൻറ്റു MS1, MS2, Γ2 is equal to A2 into ML1, ML2, Γ3 is equal to A3 into MS1, ML1, and Γ4 is equal to A4 into MS1 into ML2. Then corresponding splitting ആയിട്ടുള്ള LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റും കൂടെ വരച്ചിട്ടുണ്ട് ഫിഗറിൽ. ആ അഡീഷണൽ ആയിട്ടുള്ള ടേമും കൂടെ ആഡ് ചെയ്താൽ TM is equal to ഹൈപ്പോത്തറ്റിക്കലായിട്ട് T0 മൈനസ്
interaction energy plus this term minus gamma 1 minus gamma 2 minus gamma 3 minus gamma 4. L is the Lorentz unit. Okay. ഇതിന് കറസ്പോണ്ടിങ് സെലക്ഷൻ റൂള് ഡെൽറ്റ എം എസ് വണ്ണും ഡെൽറ്റ എം എസ് ടുവിൻ്റെ വാല്യൂ 0, ഡെൽറ്റ എം എൽ വണ്ണിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഡെൽറ്റ എം എൽ ടുവിൻ്റെ വാല്യൂ 0 പ്ലസ് ഓർ മൈനസ് 0 ഫോർ പി കോമ്പോണൻറ്റ് ആൻഡ് പ്ലസ് ഓർ മൈനസ് 1 ഫോർ ദ എസ് കോമ്പോണൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കംപ്ലീറ്റ് പാഷൻ ബാക്ക് എഫക്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ എല്ലാ ടേം ഇമ്പോർട്ടൻ്റ് തന്നെ അല്ല എന്നല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചാൽ അതേപോലെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്താണ് ഫസ്റ്റ് അത് പഠിച്ച് മനസ്സിലായില്ലെങ്കിൽ ഇത് പഠിച്ച് ഒന്നുകൂടെ അത് പഠിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരേ ഡെറിവേഷനാണ് എല്ലാത്തിലും വരുന്നത്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ കുറച്ച് കോൺസെപ്റ്റ് അത് ജസ്റ്റ് ആ ഫിഗർ സ്പെക്ട്രമൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ജസ്റ്റ് തിയറി എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.